ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഗുരുവായൂരിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയൊക്കെ ഒന്ന് കണ്ട് ഗുരുവായൂരിലെ ഉത്സവ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടാലോ. വെളുപ്പിന് 12:30 ട്രെയിന്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 10:30 ആയപ്പോൾ ഇറങ്ങി. സഞ്ജുട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. ട്രെയിൻ എത്തുന്നത് വരെ ഏകദേശം കോച്ച് പൊസിഷനൊക്കെ നോക്കി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏഴരയാവും ട്രെയിൻ ഗുരുവായൂരെത്താൻ. ഞങ്ങളങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നേരെ ഒരു ഓട്ടോ എടുത്ത് ഞങ്ങൾ റൂമിലോട്ട് പോയി. ഇവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉത്സവമായ കാരണം റൂം എവിടെയും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇവിടെ കിട്ടി. ഞങ്ങൾ കുളിച്ച് റെഡിയായി 8:30 ആയപ്പോൾ തൊഴാൻ പോകാനായിട്ട് ഇറങ്ങി. റിക്കുമോളെ അകത്തോട്ട് കയറ്റില്ല, നാലമ്പലത്തിനും അകത്തോട്ട്. അത് കാരണം ഞങ്ങൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴാനുള്ള ഇതാണ് പോയത്. മെയിനായിട്ട് ഞങ്ങൾക്ക് സനുചേട്ടനുള്ള തുലാഭാരം ചെയ്യണമായിരുന്നു. അത് ഞങ്ങൾ തലേ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ തുലാഭാരം നടത്തുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. നേരെ പോയി അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. 11 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. കുഞ്ഞുങ്ങൾക്ക് ഓരോ ടോയ്സൊക്കെ വാങ്ങിച്ചു. കച്ചവടങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു. വൈകിട്ട് ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു ഉത്സവം കാണാനായിട്ട്. അപ്പോൾ അവിടെ ലോഡ്ജിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പാറ നിറയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ പാറ നിറച്ച് വയ്ക്കും എല്ലാവിടെയും, ഇന്ന് പാറ എടുക്കുന്ന ദിവസമാണെന്ന്.
എല്ലാ കടകളുടെ മുമ്പിലും അങ്ങനെ കോലമൊക്കെ ഇട്ട് ചിരാതൊക്കെ വെച്ച് പല നിറയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗുരുവായൂരിലെ ഉത്സവം കാണുന്നത്. സാഞ്ചേട്ടൻ പറയുമായിരുന്നു നാട്ടിലെ ഉത്സവത്തിന് പോകാൻ പറ്റിയില്ല, അപ്പം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കാണാനായിരിക്കും ഇക്കുറി ഭാഗ്യം. ഞങ്ങളൊരു 7 മണി വരെയൊക്കെ നിന്ന് നോക്കി പുറത്തേക്ക് ഗുരുവായൂരപ്പനെ കൊണ്ടുവരുന്നത് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുഞ്ഞിന് ഉറക്കം വരാനൊക്കെ തുടങ്ങി. പിന്നെ മെല്ലെ ഞങ്ങൾ റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾക്ക് തിരിച്ചുള്ള ട്രെയിൻ 11:15-നായിരുന്നു.
പിന്നെ ഇനി അധികം സമയമില്ലാത്ത കാരണം റൂമിൽ പോയി ഫ്രഷായി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ രാവിലെ വന്ന അതേ ട്രെയിൻ തന്നെയായിരുന്നു തിരിച്ചും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ ബൈ, ഇനി അടുത്ത വീഡിയോ കാണാം.